അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുംബൈയിലാണ് നിൽക്കുന്നത്. മുംബൈയിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുക കേട്ടോ. ഞാൻ ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഞായറാഴ്ച ഒരു പ്രത്യേകതയുണ്ട്. മറൈൻ ഡ്രൈവിൻ്റെ ഭാഗങ്ങളിലേക്കും അതുപോലെ മെയിനായിട്ടുള്ള സിറ്റി ഏരിയാസിലൊക്കെ കുറച്ച് ഭാഗം വണ്ടിയൊന്നും വിടാതെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ആ ഒരു റോഡ് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആയിട്ട് കൊടുക്കും. അതായത് അവിടെ എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, യോഗ ക്ലാസ്സുകളൊക്കെ റോഡിന് നടുക്ക് വെച്ച് നടത്താം. അപ്പോൾ ആ ഒരു സംഭവം കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങുകയാണ്, നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ മുംബൈ ഓണായി വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ഒരു ഫൗണ്ടെയിനൊക്കെ, ഒരു ഫൗണ്ടെയിൻ, ആ ഒരു ജംഗ്ഷനാണിത്. ഫ്ലോറ ഫൗണ്ടെയിൻ ആണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയാണല്ലോ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട്, എന്ത് രസം കാണാനായിട്ട്. ഇത് സർ ദിൻഷ എജൂതി വച്ച എന്ന് പറഞ്ഞ ഒരാളുടെ പ്രതിമയുണ്ടോ. ഇവിടെ മുംബൈയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ടാക്സി കേട്ടോ. നമ്മളിവിടെ ഓട്ടോറിക്ഷകളില്ല, അതിന് പകരം ആളുകൾ ടാക്സിയാണ് ഓടിക്കുന്നത്. അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിന് മിനിമം ചാർജ് 30 രൂപയാണ്. 30 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നു. ഒരുപാടുണ്ട് ടാക്സികൾ. ആ ദൂരെ കാണുന്നതാണ് മറൈൻ ഡ്രൈവ്. നമ്മൾ മുംബൈയിലത്തെ മറൈൻ ഡ്രൈവിലെത്തി കേട്ടോ. ഇതാണ് കിളാചന്ദ് ചൗക്ക് കേട്ടോ. അത്യാവശ്യം ആളുണ്ട് രാവിലെ തന്നെ ഇവിടെ. ഗുയ്സ്, ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ. ഇവിടെ കിലാചന്ദ് ചൗക്കിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ. നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെയുള്ള പോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു വ്യൂ ഇവിടുന്നുണ്ട്. ഈ ഒരു വാക്ക് വേ ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. രാവിലെ തന്നെ എല്ലാവരും ജോഗിങ്ങും പരിപാടിയിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വൈബ് വൈസ് നല്ല ആക്റ്റീവാണ്. രത്തൻലാൽ ബുബന ചൗക്ക് അടുത്തത്. ചെറുത് അയ്യോട്ടെ, അടുത്തൊരെണ്ണം വരണോക്കി. എനിക്ക് ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം നല്ല ഹാപ്പി വൈബ്. എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഒക്കെ വന്നിരുന്ന അവരവരുടെ ഒരു വേറൊരു ഇതിലാണ്. പിന്നെ ഫോട്ടോഗ്രാഫി ആയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. പെറ്റ്സായിട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപാട് ഡോഗ്സിൻ്റെ കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പം മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്ന് ആ ഒരു കോൾബ ഭാഗത്തേക്കാണ് നടക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അറ്റമാണ് നമ്മൾ മുംബൈയുടെ ഏറ്റവും സൗത്ത് ഭാഗമായിട്ട് വരും. ഇവിടുത്തെ പോലീസ് വണ്ടിയാണ് മുംബൈ പോലീസ്. ഈ മരങ്ങളുടെയൊക്കെ ചുറ്റും ലൈറ്റ് ഇട്ടേക്കാണ് കേട്ടോ. നൈറ്റ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതുണ്ട് ഫുള്ള് ഡെക്കറേറ്റ് വെച്ചൊക്കെയാണ്. ഇതിൻ്റെ കായ കാണാൻ അടിപൊളിയാണ്. നല്ല കളർഫുള്ളുള്ളൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ സംഭവം. ഗുയ്സ്, അവിടെ എന്തോ ഷൂട്ടിംഗ് എടുക്കാൻ കേട്ടോ. എന്തോ സിനിമയുടെയോ സീരിയലിൻ്റെയോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. കൂടി നിൽക്കുന്നവർക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്താ നടക്കണേന്ന്. ഞാൻ ചോദിച്ചിട്ട് ആർക്കും അറിയാൻ പാടില്ല. എല്ലാവരും ഇവിടെ ആൾക്കൂട്ടം ഉള്ളത് കൊണ്ട് അവിടെ നിൽക്കാതാണ്. ഞാനൊരു മിനിറ്റ് അവിടെ നിന്ന് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. നമുക്ക് പതിയെ ഇവിടെ നിന്ന് തിരിച്ചടക്കാം. ഞാൻ നിൽക്കുന്ന അറ്റമാണ് കേട്ടോ മറൈൻ ഡ്രൈവിൻ്റെ. ഈ ഒരു അറ്റമാണ് നമ്മളുടെ സൗത്ത് എൻഡാണിത്. ഇവിടെ നിന്ന് തിരിച്ച് നല്ല ദൂരമുണ്ട്. 2 കിലോമീറ്ററിന് മുകളിലുണ്ട് ഞാൻ താമസിക്കുന്ന ആ ഒരു ഡോർമെറ്ററിയുടെ അങ്ങോട്ടേക്ക്. എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം. പോകുന്ന വഴി ഏതെങ്കിലും ഇവിടെ പോക്കറ്റ് ഫ്രണ്ടിൽ കഴിക്കാനൊക്കെ സ്ഥലം കിട്ടും. 20-25 രൂപയ്ക്കൊക്കെ കഴിക്കാനൊക്കെ പറ്റും. ഈ മറൈൻ ഡ്രൈവ് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വിരാജ് ഗലാനി എന്ന് പറഞ്ഞിട്ട് ഈ ആളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. Hi sir, I'm from Kerala. Actually, I don't know you. I met like Kerala, bro. Yeah, I'm from Kerala. Wow, which place? Kochi. Kochi. Wow. Actually, I'm on an all-India trip right now. Wow. So I was asking, can I know your name? Yeah. Because I'm not familiar with the. It's okay, bro. It's okay. I love the food. And you look so simple, actually. That's how it is. It's Okay. just people who make the buzz around inside. Alright, I'll see you soon, brother. Okay, bye. സിമ്പിൾ മനുഷ്യയാണ് നോക്കിയേ. നമ്മളിവിടെ ഇപ്പം വളരെ റാൻഡമായിട്ട് കണ്ടതാണ് കേട്ടോ. 1 മില്യൺ ആൾക്കാരിലേറെ ഫോളോവേഴ്സ് ഉള്ള ഒരു ആക്ടറാണ്. വളരെ സിമ്പിളായിട്ട് അവിടെ എല്ലാ ആൾക്കാരുടെയും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ നടക്കുന്നത്. സത്യമായിട്ട് എനിക്ക് മൂപ്പര് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ അത്യാവശ്യം കുറേ ആൾക്കാരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആൾ ഫേമസ് ആണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഭയങ്കര സിമ്പിൾ മനുഷ്യൻ. പുള്ളി ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്നതൊക്കെ. ആരും ഭയങ്കര പ്രൊട്ടക്ഷൻ. ഇവിടെ നമ്മുടെ അവിടെയൊക്കെ 1 ലക്ഷം ഫോളോവേഴ്സ് എങ്കിലും ഉള്ള ആളുകൾ കാണിക്കുന്ന ജാടയുടെ ഒക്കെ നമ്മൾ കാണുന്നതല്ലേ.
ഇത് 1 മില്യണിന് മുകളിൽ ആൾക്കാരുള്ള സപ്പോർട്ടേഴ്സ് ഉള്ള ഒരാൾ ഇത്രയും സിമ്പിളായിട്ട് നടക്കുന്നത്. വിരാജ് ഗലാനി, മൂപ്പരുടെ പേര് വിരാജ് ഗലാനി. ഇത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലാണ് കേട്ടോ, വിരാജ് ഗലാനി. കണ്ടന്റ് ക്രിയേറ്റർ, ഐ എം ഫ്രം സൗത്ത് ബൊറിവലി. എന്തായാലും നല്ലൊരു പെരുമാറ്റമാണ് കേട്ടോ മൂപ്പരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വിരാജ് സർ. താങ്ക്സ് ഫോർ ദ ടൈം. 1 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. ഗോയ്സ്, നമ്മളുടെ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബിൽഡിങ്ങാണ് കേട്ടോ. ഞാൻ തിരിച്ച് നമ്മളുടെ ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ് കേട്ടോ. ആ ഒരു ഡോമിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് 2.5 കിലോമീറ്റർ ഉണ്ട് സുഹൃത്തുക്കളെ. ഞാൻ നടന്ന് 2-3 കിലോമീറ്റർ അപ്പുറം എത്തിയായിരുന്നു. ഗോയ്സ്, നമ്മൾ ഈ നടന്നില്ലെന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ മൈതാനത്തിൻ്റെ പേരാണ് ഓവൽ മൈതാൻ കേട്ടോ. ഓവൽ മൈതാൻ. നമുക്കിത് ക്രോസ് ചെയ്ത് അപ്പുറം പോകണം. ഇത് ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോയിട്ടാണ് ഇവിടെ എന്തോ പ്രാക്ടീസ് നടക്കാനുണ്ട്. ഒരുപാട് ക്രിക്കറ്റ് കളിക്കാരുണ്ടല്ലോ. എന്താ ഇത്രയും പേര് ക്രിക്കറ്റ് കളിക്കുന്നവിടെ സംഭവിച്ചു? ഒരു ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലേ, ഉള്ളവർ മൊത്തം ഒരു ഗ്രൗണ്ടിലുണ്ട്. ഇഷ്ടംമാതിരി പിള്ളേരുണ്ട്. ഒരു നോട്ടം ഇല്ലാണ്ട് ഈ ബോൾ അടിച്ച് വിടുന്നത്. നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് അപ്പുറം വേണം സുഹൃത്തുക്കളെ. അതൊരു ടാസ്ക്കാണ്. ഞങ്ങൾ നോക്കിയിട്ട് എൻ്റെ പൊന്നെ, ഇതിനുള്ളിൽ കൂടെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. എൻ്റെ പൊന്നെ, ഒരു ഗ്രൗണ്ട് നിറച്ച് ഇത്രയും പേർക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. ഒരു ഗ്രൗണ്ടിൽ ഒരു വൻ ടാസ്ക്കാണല്ലോ ഈ ഗ്രൗണ്ട് ക്രോസ് ചെയ്യൽ. കാരണം അവന്മാരൊരു വെളിവില്ലാണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. ഉള്ള ക്രിക്കറ്റ് കളിക്കാർ മൊത്തമുണ്ട്. ഇതാണ് ആ ഒരു ഓവൽ മൈതാൻ. ഈ ഒരു ഗ്രൗണ്ടൊക്കെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് രാജാബായ് ക്ലോക്ക് ടവർ. എൻ്റെ പൊന്നോ, എന്തൊരു വലിപ്പം നോക്കി. അതിൽ സമയം 9:15 കഴിഞ്ഞു. രാജാബായ് ക്ലോക്ക് ടവർ. ഇതിനകത്ത് കയറാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്നൊരു വീടെടുക്കാം. ഇപ്പം അകത്തേക്ക് കയറാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. ഇത് ഓപ്പൺ ആകുമോ എന്ന് എനിക്കറിയില്ല. നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ കുറച്ചും കൂടി നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ കിട്ടും. ഇതാണ് ആ ഒരു ക്ലോക്ക് ടവർ. എന്തൊരു വലിപ്പമാണ് നോക്കി, ഭയങ്കര വലിപ്പമാണ് കേട്ടോ. ഇത്രയും ആൾക്കാർ വരുന്ന, ഇത്രയും തിരക്കുള്ളൊരു സ്ഥലമായിട്ട് പോലും മുംബൈ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മെയിൻ സിറ്റി ഏരിയാസ് ഒക്കെ ഭയങ്കര ക്ലീനാണ് കേട്ടോ. കാരണം ഇവിടെ ചേച്ചിമാർ രാവിലെ വന്നിട്ട് ഫുൾ വേസ്റ്റുകൾ ഇവിടെ കിടക്കുന്നൊക്കെ ക്ലീൻ ചെയ്യും. രാവിലെ അവർ ക്ലീൻ ചെയ്തിട്ട് പോയാണ് ഈ കാണുന്നത്. എന്തോരം വൃത്തിയിൽ കിടക്കുന്നത് നോക്കിക്കേ. ഇത് അഴുക്കാവും എന്തായാലും. വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ ചപ്പും ചവറൊക്കെ വരും. പക്ഷെ അതെല്ലാം അവർ ഡെയിലി ക്ലീൻ ചെയ്യും. ഞാൻ കണ്ടായിരുന്നു ഈ കടക്കാരൊക്കെ അവരുടെ വേസ്റ്റുകളെല്ലാം കൂടി എടുത്ത് റോഡിൽ, അവരുടെ കടയുടെ മുമ്പിൽ റോഡിൽ വെക്കും. എടുത്തെല്ലാം കൂടി വലിച്ചു വരെറിയാണ്ട് കൂട്ടി ഒരു സ്ഥലത്ത് വെക്കും. അപ്പോൾ രാത്രിയും വെളുപ്പിനൊക്കെ ചേച്ചിമാർ വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട്, ക്ലീൻ വർക്കേഴ്സ് ഉണ്ട്. അവരൊന്നും എടുത്തുകൊണ്ട് പോകല്ല. ഗുസിയുടെയൊക്കെ ഇതുപോലെ സ്ട്രീറ്റ്സിൽ ഒരുപാട് കടകളുണ്ട്. ഞാൻ കേരളത്തിൻ്റെ ഒരു കാര്യം, വെള്ളം ഇവർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കയറാത്തത്. ഇവിടെയൊക്കെ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള സിഗ്നൽസൊക്കെ ആൾക്കാരൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. രാവിലെയൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ. പക്ഷേ ജനറലി ആളുകൾ ഫോളോ ചെയ്യാറുണ്ട്. റോഡിനൊക്കെ നല്ല വലിപ്പമാണ് കേട്ടോ. ഭയങ്കര വലിയ റോഡുകളാണ്. ഇത് ഇവിടുത്തെ മറ്റേ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു വലുതാന്ന് കിരിയോയി. ഇതൊക്കെ പണ്ടത്തെ ബിൽഡിങ്ങുകളാണ്. ആ ഒരു ഫോർട്ട് ബിൽഡിങ്ങുകളുടെ അതേ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങാണ്. ഉണ്ട് അപ്പുറത്തേക്ക് നോക്കി, എല്ലാം ഒരേ ഒരു സ്റ്റൈൽ അവർ കൊടുത്തേക്കുന്നത്. എല്ലാം ഒരേ സ്റ്റൈലാണ്. കണ്ട് ഈ വരുന്നതൊക്കെ ഇവിടുത്തെ സിറ്റിക്ക് ഉള്ളിൽ ഓടുന്ന ബസ്സുകളാണ് കേട്ടോ. ഇതാ പോണത്. കുറേ ബിൽഡിങ്ങുകളുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. ഹലോ, ഐ എം ഫ്രം കേരള. മൈ നെയിം ഈസ് ശ്രീകുട്ടൻ. श्रीकुटन हाँ, I'm a YouTuber. कहाँ से? केरला से. Nice smile you have. May I go? Yeah, sure. Bye. നല്ല ചിരി മൂപ്പരുടെ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴേ പുള്ളി എന്നെ നോക്കി ചിരിച്ചായിരുന്നു.
പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ പുള്ളിയും കൂടി വീഡിയോയിൽ എടുക്കാമെന്ന്. പിന്നെ അവർ ഫുള്ള് ക്ലീൻ ചെയ്തിടും, നല്ല അടിപൊളിയായിട്ടത് ക്ലീൻ ചെയ്ത് വെക്കും. നമ്മൾ വീണ്ടും ആ ഒരു ഫ്ലോറ ഫൗണ്ടെയിൻ്റെ അവിടെ എത്തി. നമുക്ക് ആ ഒരു ഫൗണ്ടെയിൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വഴി എനിക്ക് ഏകദേശം അറിയാം. ഇപ്പോൾ തിരിച്ച് പോകാനായിട്ട് ഒരു ബെൻസ് എടുക്കുന്ന നോക്കിയ പണ്ടത്തെ ബെൻസ് അമ്പോ പൊളി സാധനം. ഇവിടെ ടാക്സികൾ എവിടെ നോക്കിയാലും ഇഷ്ടംമാതിരി ടാക്സികളുണ്ട്. വലിയ വണ്ടികളും ചെറിയ വണ്ടികളും എന്ത് സൈസ് വണ്ടി വേണം അതെല്ലാം ഉണ്ട്. എന്നിട്ട് മാരുതി സുസുക്കി ഡിക്കോ എന്ന് പറഞ്ഞ വണ്ടിയാണ്, വാനാണ്. എന്നിട്ട് എങ്ങനെ പോലും ഒരു 3, 6, 8 പേർക്ക് ഇരിക്കാം, ഡ്രൈവർ ഉൾപ്പെടെ. ഇനി ഇവിടുത്തെ എല്ലാ ആൾക്കാരും വണ്ടി പാർക്ക് ചെയ്യുന്ന റോഡ് തന്നെയാണ്, കാരണം അതിനുള്ള സ്ഥലമേ ഉള്ളൂ. ആർക്കും സ്വന്തമായിട്ട് പാർക്കിംഗ് ഏരിയ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടല്ലോ, രാംനിമി. എൻ്റെ മുന്നിൽ ഇത്രയും പൊക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എവിടെയോ എത്തിയല്ലോ, എവിടെയാണാവോ? ബെനസീർ ഹോട്ടൽ, ന്യൂ ഫോർട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ തിരിച്ച് നമ്മൾ ഡോർമെറ്ററോട് എത്തിയിട്ടോ. ഞാൻ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു, നമ്മളുടെ ബോംബെ ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും മുട്ട റോസ്റ്റും കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുള്ളാണ് വയറ്. പക്ഷേ റിലാക്സ് ചെയ്യാൻ പോവല്ല, ഞാൻ പോയിരുന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയുണ്ടോ നമ്മൾ നിൽക്കുന്ന സൺ സിറ്റി റെസിഡൻസി, ഇതാണ് നമ്മുടെ ഡോം. ഞാൻ പോയിട്ട് എൻ്റെ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. ഗുയ്സ്, സമയം ഇപ്പോൾ രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കിളി പോയിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് രാവിലത്തെ വാക്കിംഗ് കഴിഞ്ഞ് വന്നിരുന്ന് എഡിറ്റിങ്ങിന് ഇരുന്നതാണ്. പിന്നെ അവിടെ തന്നെ ഇരുന്നു, ഒന്നും കഴിച്ചിട്ട് പോലില്ല. രാവിലത്തെ ഫുഡ് കഴിച്ചതേ ഉള്ളൂ, അതിൻ്റെ ഒരു കഴിച്ചിട്ടൊന്നുമില്ല. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഗുയ്സ്, ദൈ കാണുന്ന റഹ്മാനിയ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഞാൻ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു കേട്ടോ. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊക്കെ തിന്നിട്ടൊന്ന് നടക്കാനും പോകണം. ഇവിടെ വടാപ്പാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. ഈ കാണുന്നത് മൂങ് ദാലിൻ്റെ വടയാണ് കേട്ടോ. പരിപ്പോടെ തന്നെ, അത് വേറൊരു രീതിയിൽ അവരുണ്ടാക്കുന്നതാണ്. അവരമ്മൂമ്മയും അവരുടെ മക്കളാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് ഏരിയ ആണ്. എൻ്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മളുടെ ഡോർമെറ്ററിൽ വെച്ചിട്ട് പരിചയപ്പെട്ടൊരു യൂട്യൂബറാണ്, ഒരു വലിയ ചാനലൊക്കെ ഉള്ളൊരു യൂട്യൂബറാണ്. ഞാൻ മൂപ്പരൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് വ്ളോഗർ. ഇതേ ഫുഡായിട്ട് നിൽക്കുകയാണ്. ये क्या है? टेल me. ये मूंग दाल पकौड़ा. मूंग दाल पकौड़ा और It's called to मूंग दाल पकौड़ा and then पाव. പാവ്. ഇത് നമ്മളുടെ പരിപ്പോടയുടെ പരിപ്പ് നോർമൽ പരിപ്പല്ല, മൂങ് ദാലാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഞാനിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പക്കാവരുടെ ടേസ്റ്റ്, കറക്റ്റ് നമ്മുടെ പക്കാവരുടെ ടേസ്റ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ഈ ഒരു പരിപ്പോടയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ വ്ളോഗറാണ്, ഫുഡ് വ്ളോഗറാണ്. മറാത്തിയിലും ഹിന്ദിയിലുമാണ് വ്ളോഗുകൾ ചെയ്യുന്നത്. കൈസയോ? ആക്ച്വലി ഞങ്ങൾ ഇത് അന്വേഷിച്ച് വന്നതാണ്. മൂപ്പർക്ക് മൂങ് ദാലിൻ്റെ ഈ ഒരു ഫ്രൈ വാട്ട് ഇസ് പക്കോട മൂങ് ദാൽ പക്കോട കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടൊരു കടയിൽ വന്നതാണ്. ചെറിയ കടയാണ്, അവിടെ ആ ഒരു സ്ട്രീറ്റ് സെല്ലറാണ്. പക്ഷേ എന്നിട്ട് നമ്മൾ 10 മിനിറ്റിൻ്റെ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള സാധനമാണിത്. ഇൻട്രൊഡ്യൂസ് കരോ, വേർ ആർ യു ഫ്രം? I'm from Maharashtra. Nasik. Yeah. I'm handling 6 channel, YouTube, Facebook and Insta. Then first one खाने का शौकीन. Then second लय भारी आहे. I'm talking in Marathi. लय भारी आहे. Then Hindi खाने का शौकीन. ഒരു ചാനൽ ഉണ്ടായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഒരാൾ 6 ചാനൽ മാനേജ് ചെയ്യുന്ന മനുഷ്യനാണ്. And second one my personal vlog channel Afroz Kazi. अफरोज काजी. So आप कैसे ये इतने चैनल कैसे how you manage this? No, just manage now. बहुत hard effort है ना, hard work है ना. Yeah, I'm struggling now last 4 years. Anyway, all the very best for your channel and for your future. Yeah, thank you. ലൂയിസ്, നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. നാഗോരി ടീ എന്നാണ് പറയുന്നത്. നാഗോരി ടീ എന്താ പ്രത്യേകത എനിക്കറിയാൻ പാടില്ല. ബ്രോ ചേട്ടൻ പറഞ്ഞു നല്ല അടിപൊളി സാധനമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളിവിടുത്തെ കടയിൽ നിൽക്കുകയാണ്. ഇതാണ് ആ ചായ, നാഗോരി ടീ. മഹാരാഷ്ട്ര കയറിയ ശേഷം നമ്മൾ കുടിച്ച ചായക്കൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇവർ ഏകദേശം തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ സ്ട്രീറ്റ്സ് ഒക്കെ ഭയങ്കര ബിസിയാണ്. നമ്മൾ ആ ഒരു ബിസി സമയത്ത് ഇറങ്ങിയിരിക്കുന്നത് 7 മണി 7:30 സമയമാണിത്. ഇതൊരു ജെയിൻ ടെമ്പിളാണ് കേട്ടോ. നമ്മളുടെ ജെയിൻ ടെമ്പിൾസിൻ്റെ ഒക്കെ ആർക്കിടെക്ചർ
ഭയങ്കര ഡിഫറെൻ്റ് ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. This is the Mumbai Fort area. മുംബൈ ഫോർട്ട് ഏരിയയിലുള്ള ജെയിൻ ടെമ്പിളാണ്. ബീസ് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ക്ലോക്ക് ടവർ ആണ് കേട്ടോ. ബൊമൻജി വാഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലോക്ക് ടവറിൽ ഇതാണ് ആ ക്ലോക്ക് ടവർ. ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആവാത്തതാണ്. 1882 പണി കഴിപ്പിച്ചാണ്. ഞങ്ങൾ നടന്നിപ്പം കുറച്ച് ദൂരം വന്ന് നമുക്കിനും തിരിച്ചടക്കണം. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് സെയിലേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഇങ്ങനത്തെ കടകൾ, ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. വിസ നമ്മൾ ഫോണിൻ്റെ ഒരു കവറിൽ വാങ്ങിച്ചാൽ എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ കവർ നോക്കി സുഹൃത്തുക്കളെ, ഇതും കൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ നമ്മളുടെ ഒരു ബൈ എക് ഹായ് ബോലോ. पूरा white कपड़े पे आपका नाम क्या है? ബിലാൽ. बिलाल. ബിലാൽ. ആ ഇവിടുത്തെ ഈ ബോർഡ് കണ്ടുകൊണ്ട് അറിയാൻ. എൻ്റെ ഫോണിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് ഞാൻ കവറും മാറ്റി ഗ്ലാസും മാറ്റി. ഇത് നമ്മുടെ ഫോൺ അവൻ കവറ് മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. नन्नी നന്ദി. नन्नी नन्नी ഇതോ മലയാളം, എനി വേർഡ് ഇൻ മലയാളം? നെയ്മാലോ? തണ്ണി. തണ്ണി ഈസ് എ തമിഴ് വേർഡ്. വാടിയ വാട്ടർ, പനി, വെള്ളം. മലയാളം ബീസ് വെള്ളം. Mumbai only. ഓക്കെ, ഹാപ്പി യു വോൺ. താങ്ക്സ്. Okay, sir. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റഹ്മാനിയിൽ വന്നേക്കാണ് കേട്ടോ. നമ്മുടെ ബ്രോ ഇവിടെ എഗ് ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്, അണ്ട റൈസ്. എൻ്റെ വയറ് ഫുള്ളാണ് സുഹൃത്തുക്കളെ. ഞാൻ 1.5 ബിരിയാണി തന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഫുൾ ബിരിയാണി എക്സ്ട്രാ റൈസ് ഒക്കെ വന്നിട്ട് എൻ്റെ വയറ് ഫുള്ളാണ്. ഞാനിവിടെ മുമ്പ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് എഗ് ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് ഇപ്പം നമ്മളുടെ കോഫി കടയിൽ വന്നേക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് കോഫി കുടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവരുടെ കഫയാണ് കേട്ടോ, മങ്കി കഫേ. അതിൻ്റെ ഓണറാണ് ഇരിക്കുന്നത്. ഹായ് ചേട്ടാ. മൂപ്പരതിൻ്റെ ഓണറാണ് കേട്ടോ. അത് ഇരിക്കുന്നതൊക്കെ സിമ്പിളായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ ചേട്ടനുണ്ട്. ഹായ്. വെയിറ്റിംഗ് ഫോർ കോഫി. ഞങ്ങളുടെ കോഫി വന്നിട്ടുണ്ട്. കോഫി എങ്ങനെയുണ്ട്? കോഫി കൈസോ? വെരി ഗുഡ് ടേസ്റ്റ്. കട. ഓ കട എഗെയിൻ. ഞാനിത് ഓൾറെഡി ഇപ്പം 4 ദിവസമായിട്ട് കുടിക്കുന്നുള്ളതുകൊണ്ട് എനിക്കിത് ശീലമായി. ഇവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് 4 ദിവസമായിട്ട് ഞാൻ കോഫി കുടിക്കുന്നത് കേട്ടോ. ഞാൻ മൂപ്പരെ വിളിച്ചുകൊണ്ട് വന്നാണ്, ഇന്ന് കോഫി കുടിക്കാണ്ട് വന്നാണ്. ഇപ്പോൾ അവരുടെ നല്ല ഫ്രണ്ട്സായി. ഗോയ്സ് അവൻ ഷട്ടർ ഇട്ട് കേട്ടോ. 10:30 ആയതേ ഉള്ളൂ. അവർ ഷട്ടർ ഇട്ടിട്ടുണ്ട്. ഉറപ്പില്ല, നമുക്ക് തല തുറന്ന് കയറാം. ഇത് എൻ്റെ മുത്തിരിക്കുന്നത്. മുത്തിനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ദിവസം വേണ്ടായി. ഞാൻ കവറൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കവർ ഇട്ടാലും ഉള്ളിൽ അഴുക്ക് കയറുന്നത്. ഗോയ്സ് അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾ തിരിച്ചതേ ഡോർമെറ്ററി എത്തി. അപ്പോൾ അതേ ഞാനും നമ്മളുടെ അഫ്രോസ് ബ്രോയും ഞങ്ങളിത് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാണ്. എല്ലാവട്ടും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത എപ്പിസോഡ് ഇടുമ്പം അതും കാണാൻ മറക്കണ്ട. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.